Hi dears, welcome back to our family. അപ്പം രാവിലെ തന്നെ ഈ ഒരു കോലത്തിലായതുകൊണ്ടിട്ട് അറിയാമല്ലോ, നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ഉറക്കം എണീറ്റു. ഞാൻ 5:45 ഉറക്കം എണീറ്റു. ഇന്നലെ ഉറങ്ങിയപ്പോൾ ഇങ്ങനെ 12 മണി എന്തോ ആയി ഇന്നലെ ഉറങ്ങിയപ്പോൾ. ഇന്ന് നേരത്തെ ഉറക്കം എണീക്കുകയും ചെയ്തു. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഞാൻ നോർമലി വീട്ടിൽ ചുമ്മാ നിൽക്കുന്ന ദിവസങ്ങളെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കില്ല. ബിക്കോസ് ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ എന്ത് കാണിക്കാനാണ്? എനിക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി അൺബോക്സിങ് ചെയ്ത് ഞാനും എടുത്തു, കണ്ട് നിങ്ങളും എടുത്തോളൂ. അപ്പോൾ ഒരു കുട്ടി കമൻറ്റ് ചെയ്തു, എന്നാൽ പിന്നെ ചേച്ചി ഡേ ഇൻ മൈ ലൈഫൊക്കെ ആവട്ടെ എന്ന്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ആയിക്കോട്ടെ. ഇന്നാണെങ്കിൽ എനിക്ക് പുറത്ത് പോവുകയും വേണം. ഇന്ന് 30th ആണ്. ഞാൻ എന്നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. 30-ാം തീയതിയാണ്. ദൈവമേ, ജൂലൈ 30 ഇനി എത്ര പെട്ടെന്ന് ഒരു മാസം പോയി. നാളെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസം കംപ്ലീറ്റ് ആവുകയാണ്. ഓടിപ്പോയി. ഓഗസ്റ്റ് വരാമ്പോൾ ഓഗസ്റ്റ് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ. ഓഗസ്റ്റ് മാസത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. ബേബീൻ്റെ ബർത്ത്ഡേ ഉണ്ട്, സിസ്റ്ററുടെ ബർത്ത്ഡേ ഉണ്ട്, പിന്നെ 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 കുറേ ഫങ്ഷൻസ് ഉണ്ട് വീട്ടിൽ. എല്ലാവരും ചോദിച്ചു, ചേച്ചി എന്നാ തിരിച്ചു പോകണേ, എന്താ പോകുന്നില്ലേ എന്നൊക്കെ. കുറേ ഫങ്ഷൻ വരാനുണ്ട്. എൻ്റെ മാമൻ്റെ കല്യാണമാണ്, അനിയത്തീൻ്റെ എൻഗേജ്മെൻറ്റാണ്. ഓൺസ്റ്റിൻ്റെ അല്ല, എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ എൻഗേജ്മെൻറ്റാണ്. സോ എല്ലാം ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഇടയ്ക്ക് ഓടി വരണ്ടല്ലോ. സോ അതൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പം എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഈ കർക്കിടക മാസം കഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ചിങ്ങത്തിൽ കല്യാണവും എൻഗേജ്മെൻറ്റും പാലുകാച്ചും ഒക്കെ ആയിട്ട്. സോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പോട്ടെ, അതൊക്കെ വിട്. അതൊക്കെ നമുക്ക് വഴിയേ പറയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇന്നത്തെ കാര്യം പറയാം. രാവിലെ ഞാൻ ഉറക്കം എണീറ്റു. ബ്രഷ് ചെയ്തിട്ടില്ല. ഞാൻ നൈറ്റ് ബ്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഉറങ്ങാറുള്ളത്. ബ്രഷ് ചെയ്യണം. പിന്നെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ സ്കിൻ കെയറിലാണ്. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. സ്റ്റാൻഡ് പുറത്തിരിക്കുക, നോക്കട്ടെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. പിന്നെന്താ പറയുക, വേറെ വിശേഷം? ഇന്ന് 30th പപ്പയ്ക്ക് ഡോക്ടറെ കാണേണ്ട ഡേറ്റാണ്. ഞാൻ പപ്പയെടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പപ്പയുടെ ഒരു കൂട്ടുകാരനാണ് പോയിട്ട് ബുക്ക് ചെയ്യുന്നത്. സോ മാമനെ അറിയിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണണം. പപ്പയുടെ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട്. പപ്പയ്ക്ക് ഓക്കെ ആയി, പഴയ പോലെ ഒന്നും അല്ല. ആൾ ഭയങ്കര സ്മാർട്ടായിപ്പോൾ. നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കൊണ്ടുവന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറി. അന്നേ ഡോക്ടറെ അടുത്ത് പോയാൽ മതിയായിരുന്നു, പറഞ്ഞാൽ കേൾക്കത്തില്ല. പപ്പയെ കാണിക്കുന്നത് നായസ് ഹോസ്പിറ്റലിലുള്ള വിജയരാഘവൻ എന്ന് പറയുന്ന ഡോക്ടറാണ്. നല്ല ഡോക്ടറാണ്. ഇന്ന് എനിക്കൊരു ഒരു 4 ഡേയ്സിൽ തന്നെ ഭയങ്കര വിസിബിൾ ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല മാറ്റമുണ്ട്. ഇപ്പം നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് പപ്പേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. വേറെ എന്തെങ്കിലുമൊക്കെ വഴി വരും. അപ്പം നമുക്ക് കാണാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എൻ്റെ ബ്രഷ് ചെയ്യലാണ്. ബ്രഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് പോയി കിട്ടും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നേരം ബ്രഷ് ചെയ്യണം. നമ്മൾ ഒരുപാട് നേരം ബ്രഷ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് നമ്മുടെ ഈ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ വരുന്നതിന് കൂടുതൽ കാരണമാവുന്നത് ഈ പേസ്റ്റ് ഒരു ഭയങ്കര വലിയ ഘടകമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യലാണ്. അത് ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. ബേബി ഉറങ്ങുക, അതുകൊണ്ടിട്ട് ഞാൻ വാം ലൈറ്റ് ആയിട്ടേക്കുന്നത്. ഞാൻ കാണിച്ചു തരാമേ. അതുകൊണ്ട് ഞാൻ വാം ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ സംസാരിക്കുന്നത് ചെറുതായിട്ടാണ് സംസാരിക്കുന്നത്. കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, കുഞ്ഞുറങ്ങുന്നോണ്ടിട്ടേ. രാവിലെയും രാത്രിയിലും ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഈ ഒരു സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ എന്തും പറഞ്ഞാലും ഞാനിത് മറക്കാറില്ല. രാവിലെ ഉറക്കം എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സ്കിൻ കെയർ ആണ്. ഞാനിപ്പോൾ ഒരു 1 month ആയിട്ടുള്ളൂ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്.
അതിനുള്ള റിസൾട്ട് എനിക്കുണ്ട്. ഞാൻ എൻ്റെ സ്കിന്നിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിന്നിന് എന്നോടൊരു ഇഷ്ടമൊക്കെ കാണിച്ചു തുടങ്ങി. സോ അത്യാവശ്യം ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ മാറി 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 യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് തന്നെ സ്ഥിരമായി യൂസ് ചെയ്ത് കഴിയുമ്പോൾ മോയ്സ്ചറൈസർ തന്നെ സ്ഥിരമായിട്ട് ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 3 മാസം കൂടുമ്പോഴെങ്കിലും കുറഞ്ഞത് മാറ്റി കൊടുക്കണം. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ എൻ്റെ മൂക്കടച്ചിരിക്കാറുണ്ടാവും, അതുകൊണ്ടിട്ട് സംസാരത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ബോഡി ലോഷൻ ഉപയോഗിച്ചിട്ടാണ്. കാലിലും കയ്യിലും ഞാൻ അപ്ലൈ ചെയ്യാറില്ല, കാൽപാദത്തിൽ വരെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. ആ ടൈമിൽ എൻ്റെ കറണ്ടും പോയി കിട്ടി. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നു മീൻസ് ഉറങ്ങാനല്ല, ബേബീൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നു. എൻ്റെ ആ ഒരു പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആളെ എണീക്കും. ബേബി വായോ. ബേബി ഉറക്കം എണീറ്റിട്ടുണ്ട്. ഇനി ബേബി ആയിട്ടുള്ള എൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകത്തുള്ളൂ. കാണിച്ചു തരാം, വായോ. എൻ്റെ കാലിൽ നിന്ന് ഒരു പാദസർ ഊരിപ്പോയി, അത് പിടിച്ചിട്ടുള്ള കളിയാണ്. ഞാൻ വാങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് ആശൻ ഇരിക്കുന്നത്, കണ്ട. ദേവുൻ്റെ അത് തായോ. എൻ്റെ ഫോൺ ഇപ്പം എനിക്ക് പണി വന്നേന്. തായോ, ദേവുൻ്റെ അത് തായോ. ദേവുന് തരത്തില്ലയോ? കുഞ്ഞ് തരൂല്ലേ ദേവുന്? വാ. അയ്യോ, എൻ്റെ ചെല്ലക്കിളിയാണേ ഇത്. അപ്പം ഞങ്ങള് കുഞ്ഞ് ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ പോയി വാഷൊക്കെ ചെയ്ത് ഇതാ വരുന്നു. ഇപ്പൊ വരാൻ പറ. ദേവുൻ്റെ അലിഞ്ഞ് താഴെ. ബേബീനെ ഞാൻ വാഷ് ചെയ്തു. ഇനി ബേബി ബ്രഷ് ചെയ്യാൻ പോവാണ്. കുഞ്ഞിന് പല്ലൊന്നും വന്നിട്ടില്ല, പക്ഷെ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കും. ബേബിക്ക് പല്ല് വന്നിട്ടില്ല, പക്ഷേ ഞാൻ ബ്രഷ് സിലിക്കോണിൻ്റെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണയിൽ ഇപ്പോൾ തന്നെ ബ്രഷ് ചെയ്ത് തുടങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല്ല് കേടാവാണ്ടിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞില്ല. നല്ല മഴയുണ്ട്, തണുപ്പുണ്ട്. ഞങ്ങളൊരു 11 കഴിയുമ്പോൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് കുഞ്ഞിനെ. ഇന്ന് ഞാൻ കുളിപ്പിക്കണോ വേണമെന്ന് ആലോചിക്കുക. നല്ല മഴയും തണുപ്പ്, ആ സമയത്ത് ഞാൻ അങ്ങനെ കുളിപ്പിക്കത്തില്ല, കഫക്കെട്ടായാലോ വെച്ചിട്ടേ. ഇനി ബോഡി ലോഷനൊക്കെ തേച്ച് നിങ്ങൾ ഇതോ ഇപ്പം വരാം. കുഞ്ഞിന് ബോഡി ലോഷനും ഫേസ് ക്രീമും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്, രാവിലെയും രാത്രിയിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിലും ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോകും. പുറത്തേക്ക് ചെന്നപ്പോൾ തന്നെ അതിൻ്റെ ഇടിയപ്പത്തിനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടത്തി. ഞാൻ ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ച് എൻ്റെ ബോട്ടിലാക്കി ഫസ്റ്റ് വെള്ളം കുടിച്ച് ഭയങ്കര ഒരു ആശ്വാസമുണ്ടോ. രാവിലെ ഉറക്കൊഴിഞ്ഞിരിക്കുമ്പോൾ വെള്ളം കുടിക്കുക, അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അത് ശീലമാക്കും. പിന്നെ നമ്മുടെ ബേബി വാക്കറിൻ്റെ അകത്തിരുന്ന് ചെറുതായിട്ടൊക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചൂലും പിടിച്ചിട്ടാണ് ഇപ്പം നടക്കുന്നത്. വാക്കറിൻ്റെ അകത്ത് അങ്ങനെ ഇരുത്തിക്കൂടാ എന്ന് ഒരു ഡോക്ടറിൻ്റെ വീഡിയോ എനിക്കൊരു കുട്ടി അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ വാക്കറിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ വികൃതിയാണ് കേട്ടോ. അതാ പിന്നെ ഇതേണ്ടേ എൻ്റെ ബേബീസ് 2 പേരും വന്നിരിപ്പുണ്ട്. ഇടിയപ്പവും ഞാൻ കിഴങ്ങ് പുഴുങ്ങിയതുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ചേട്ടൻ്റെ മോളാണ്, ജാനി എന്നാണ് പേര്. സ്ഥിരമായി വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയാണ്. എനിക്ക് 2 പേരും ഒരുപോലെയാണ്. ഞാൻ ബേബിക്ക് ഫുഡ് എപ്പോൾ എടുത്താലും അവളും എൻ്റെ കൂടെ കാണും. അപ്പം 2 പേർക്കും ഒരേപോലെ ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ചേട്ടത്തിയാണ് മോക്ക് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ ബേബിക്കും കൊടുക്കും കേട്ടോ. ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ ന്യൂട്രീഷൻ ഡയറ്റ് എടുക്കുന്നതുകൊണ്ടിട്ട് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂട്രീഷൻ ഫുഡാണ്. ഷേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. വേണ്ടേ ഞാനങ്ങനെ രാവിലെ ഒരുങ്ങിയിട്ട് എടുത്തിട്ടൊന്നുമില്ല, കാര്യം ഹോസ്പിറ്റലിൽ പോകണമല്ലോ. അപ്പം രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിറയെ വെള്ളം കുടിക്കും കേട്ടോ. കുറഞ്ഞതൊരു 4 ലിറ്ററെങ്കിലും ഞാൻ ഡെയിലി വെള്ളം കുടിക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതേ ബേബി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിട്ടുണ്ട്. ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. ബേബീനെ വീട്ടിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുക, കാര്യം മഴയൊക്കെ അല്ലേ, പനിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അപ്പോൾ വാവേനെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ പോണത്. നിൽക്കുമോയെന്നൊന്നും അറിയത്തില്ല. പിന്നെ ചേട്ടത്തി ഉണ്ട്, എൻ്റെ ചേട്ടൻ്റെ വൈഫുള്ളതുകൊണ്ട് ചേട്ടത്തിൻ്റെ കൂടെ കുറേ നേരമൊക്കെ നിൽക്കും. അല്ലേ ബേബി? മമ്മി പോയിട്ട് വരട്ടെ? അറിയത്തില്ല, എന്നാലും നിർത്തിയിട്ട് പോവാം. പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാര്യം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. 25ാമത്തെ ടോക്കണാണ് പപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു കൊറിയർ വന്നു, ഞാൻ പോയിട്ട്. ഞാൻ ആദ്യം വിചാരിച്ച കാശി ബേബിയെ കൊണ്ടുപോകണ്ട എന്നാണ്. പിന്നെ കരച്ചിലോ ബഹളോ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബേബിനെ കൂടിയിട്ട് എടുത്തിട്ടാണ് ഇറങ്ങിയത്. എൻ്റെ പപ്പയാണ് കേട്ടോ. പപ്പ ഇപ്പോൾ പണ്ടത്തേതിലും ആക്റ്റീവായിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുമ്പുള്ള പപ്പയുടെ അവസ്ഥ എനിക്ക് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. പപ്പയ്ക്ക് തീരെ സുഖമില്ലാണ്ടായി. ആ ആയുർവേദത്തിൽ കൊണ്ടുപോയിട്ടുണ്ടോ, ബിക്കോസ് നമുക്ക് ഉള്ളിലുള്ള അസുഖം ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം മാറിക്കിട്ടും. പക്ഷേ ഭയങ്കര പാടാണ് മാറാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ നമുക്ക് 25ാമത്തെ ടോക്കണായിരുന്നു. ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്ന 24ാമത്തെ ആളായിരുന്നു. നിന്ന മാമ്മമാർക്കൊന്നും അതുകൊണ്ട് അത് ഇഷ്ടമായില്ല. കാര്യം അവർ രാവിലെ വന്ന് നിൽക്കുകയാണ്, നിങ്ങളെങ്ങനെ ഇത്ര വന്നല്ലോ അന്നേരം കയറാൻ പറ്റുമെന്ന് വെച്ചാൽ. പക്ഷെ നമ്മൾ വെളുപ്പിനെ 5 മണിയായപ്പോൾ പോയിട്ട് ടോക്കൺ കിട്ടിയത് 6:45 അതുവരെ നിന്നിട്ടാണ് നമ്മൾ പോയത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് അറിയാമായിരുന്നു ആ ഒരു ടൈമിൽ ചെന്നാൽ മതിയെന്ന്. അങ്ങനെയാണ് അപ്പോൾ പോയത്. അപ്പോൾ അവർക്കത് ഇഷ്ടമായില്ല. അവർ കുറേ നേരം കൊണ്ട് നിൽക്കുകയാണ്, പെട്ടെന്ന് നമ്മൾ കയറിയെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊരു വെജിറ്റബിൾ സ്റ്റോറിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കടപ്പാക്കട ഉള്ളതാണ്, പച്ചക്കറി കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിക്കാൻ കഴിച്ചു. ഇവിടെ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇത് കണക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഞങ്ങൾ വെജിറ്റബിൾസ് ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടുന്ന് വാങ്ങാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതാണ് ഇപ്പോഴും അവിടെ നിർത്തിയത്. ഒരുവിധം എല്ലാ പച്ചക്കറികളും അവിടെ ഉണ്ട് താനും. നമുക്ക് അച്ചാറിനുള്ളത് തന്നെ പല ഐറ്റംസ്, നമുക്ക് നാരങ്ങയും നെല്ലിക്കയും മാങ്ങയും അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ട്. പിന്നെ റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ സൂപ്പർ മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന കണക്ക് എല്ലാം ഉള്ളതുകൊണ്ടിട്ട് അവിടെ തന്നെ നിർത്തിയിട്ട് വെജിറ്റബിൾസ് മേടിച്ചിട്ട് പിന്നെ 2-ാം കുറ്റിയിലുള്ള ഈ ഒരു ബിരിയാണി കടയിൽ വന്നു. എനിക്ക് 2 ബിരിയാണി, ഒരു 3 ബിരിയാണി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുറേ നാളായി ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും പുറത്ത് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബിരിയാണി മേടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിർത്തി അങ്ങനെ ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേന് കാശി ബേബിക്ക് കുറച്ച് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. ബേബിക്ക് ഇത് കണക്ക് കഞ്ഞിയുടെ കൂടെ കൂട്ടാനൊക്കെ അവിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ജാനിമോൾക്ക് പറ്റൂല കേട്ടോ. ജാനിമോൾ കൂടെ ഇരിപ്പുണ്ട്, പക്ഷെ അവൾ കഴിക്കില്ല. എരിവ് അവൾ ഒട്ടും കഴിക്കില്ല. പക്ഷേ ബേബി കഴിക്കും. ബേബിക്ക് ഞാൻ ചെറുതിൽ തന്നെ എരിവ് ചെറിയ രീതിയിൽ കൊടുത്ത് ശീലിപ്പിച്ചു. അതുകൊണ്ട് കഴിക്കൂട്ടോ. ശീലിപ്പിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗോഗു ഭയങ്കര സെൻസിറ്റീവാണ് ഈ എരിവിൻ്റെ കാര്യത്തിൽ. ഒരു തുള്ളി എരിവ് പറ്റത്തില്ല. എരിവെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഗോകുൽ ആ ഫുഡ് കഴിക്കത്തേ ഇല്ല. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബേബിക്ക് ഇപ്പോഴേ ചെറിയ രീതിയിൽ എരിവ് കൊടുക്കുന്നുണ്ട്. ജാനിമോൾ കണ്ടില്ലേ, അവൾക്ക് എരിവ് ചെറുതായിട്ട് നാട്ടിൽ പറ്റിയപ്പോഴത്തേനും അവൾക്ക് പറ്റില്ല. പക്ഷേ ബേബി കഴിക്കൂട്ടോ. ചെറിയ എരിവൊക്കെ ബേബിക്ക് കുഴപ്പമില്ലാതെ ബേബി കഴിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നു. ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓക്കെ ആയിട്ടോ. പപ്പയുടെ കാര്യങ്ങളെല്ലാം ഒരുവിധം ഓക്കെ ആയി. കാലിന് കയ്യിലും ചെറിയ പ്രോബ്ലം ഉണ്ട്. അത് മരുന്ന് തന്നിട്ടുണ്ട്, ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ട്. പിള്ളേർ കളിക്കുന്നു. ഫുഡ് ഞാൻ മേടിച്ചിട്ട് വന്നു. ഇവിടെ ഉണ്ടാക്കി. പക്ഷേ ഞാൻ പുറത്തുനിന്ന് കുറേ നാൾ കൂടിയിട്ട് പുറത്ത് പോയി കൊണ്ടിട്ട് ഞാൻ ഒരു ബിരിയാണി മേടിച്ചു. കാണിച്ചു തരാം. ഒരു 3-4 വർഷത്തിന് ശേഷമാണ് ഇവിടുന്ന് ബിരിയാണി മേടിക്കുന്നത്. സൂപ്പർ ബിരിയാണി ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. എന്തായാലും ലെഗ് പീസും കൂട്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ബെല്ലയ്ക്കുള്ള ഫുഡാണ്. ഇവിടെ എനിക്കൊരു ഡോഗ് ഉണ്ട്. ഇപ്പം ഞാനതിനെ ദേവിക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കും. അവൾ എക്സാമിന് പോയേക്കുന്നോണ്ടിട്ട് ഞാൻ ചോറ് കൊടുക്കാനായിട്ട് വന്നതാണ്. അവൾക്കൂടെ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കാശി ബേബി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ എനിക്ക് ഡ്രസ്സിൻ്റെ ഒരു കുറച്ച് ഇതൊക്കെ ഉണ്ടോ ഓപ്പൺ ചെയ്ത് തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് പിന്നെന്താ പറയുക, ഇപ്പോൾ ഈവനിങ് ഒരു 4-4:30 ആയപ്പോൾ ഞാൻ കുളിക്കാൻ പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. കുളിക്കണം, വിളക്ക് വെക്കണം, ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. ഇതാ വരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി സെറ്റായിട്ട് ബേബീനെ ബോഡിയൊക്കെ വാഷ് ചെയ്ത് തുടച്ചെടുത്ത്. മഴയായതുകൊണ്ട് കുളിപ്പിച്ചില്ല. സെറ്റാക്കി വന്നപ്പോഴത്തേന് ചേട്ടത്തി വിളക്കൊരുക്കി വെച്ച് കണ്ടോ. സാധാരണ എല്ലാ ദിവസവും ഞാൻ തന്നെ ചെയ്യുന്നത്. ഇന്ന് ചേച്ചി ഒരുക്കി വെച്ച്. അതുകൊണ്ട് എനിക്ക് പാടായിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാ ദിവസവും ചെയ്യുന്ന ഇപ്പോൾ ഒരു ഡെയിലി റുട്ടീൻ പോലെ ആയിട്ടുണ്ട്. സോ അതെനിക്ക് ബുദ്ധിമുട്ടോ പാടമൊന്നും അല്ല. പിന്നെന്താ പറയുക,
അപ്പോൾ ഇനിയിപ്പം ഒരു 6:20 ആകുമ്പോഴത്തേന് ഞാൻ വിളക്ക് കൊളുത്തും. ഒരു 7 മണി 7:15 വരെ നാമം ചൊല്ലും. അതാണ് ഇന്നത്തെ ഇനി പ്രോഗ്രാം. പിന്നെ പ്രോഗ്രാം അല്ല, പിന്നെ ഫുഡാക്കണം. ഇന്ന് എന്താക്കും, ഞാൻ ഓരോ ദിവസവും നൈറ്റിൽ ഓരോ ഫുഡാണ് കേട്ടോ കഴിക്കുന്നത്. എല്ലാ ദിവസവും എല്ലാം ഒരേ ഐറ്റം തന്നെയല്ല കഴിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് ഓട്സ് കഴിക്കുകയാണെങ്കിൽ നാളെ ചപ്പാത്തി കഴിക്കും. ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് കേർഡ് കഴിക്കും. പിറ്റേന്ന് ചിലപ്പം വെജിറ്റബിൾ സലാഡ് കഴിക്കും. നൈറ്റ് എനിക്ക് എന്താണോ അന്നത്തെ ദിവസം കഴിക്കാൻ തോന്നുന്നത് അത് കഴിക്കും. ചിലപ്പോൾ ഓട്സ് കഞ്ഞി കുടിക്കും. അന്നത്തെ ദിവസം എന്ത് തോന്നുന്നു അത് കഴിക്കും. ചിലപ്പോൾ എനിക്ക് ഗ്രില്ലൊക്കെ കഴിക്കാൻ തോന്നും. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഓർഡർ ചെയ്യും. ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടല്ലോ ഗ്രില്ല് ചെയ്തിട്ട്, അതൊക്കെ. പിന്നെ കാണാം. അങ്ങനെ ഞാൻ നൈറ്റ് എൻ്റെ ഡിന്നറിനുള്ള പരിപാടി നടത്തുമായിരുന്നു. വേണ്ടേ ഓട്സ് കഞ്ഞി ആക്കി. ഓട്സ് കഞ്ഞി രാവിലത്തെ അവിയലിരിപ്പുണ്ട്. സോ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓരോ ദിവസം ഓരോന്നിങ്ങനെ മാറി മാറി കഴിക്കും കേട്ടോ. ഇനി രാത്രിത്തെ എൻ്റെ ഫൈനൽ പരിപാടി, കുറച്ച് ഡ്രസ്സുണ്ട്. ഇത് ഒന്ന് മടക്കി വെക്കണം. ഇത് ഇന്നത്തെ ഞാൻ മീഷോയ്ക്ക് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇതെല്ലാം ഒന്ന് മടക്കി വെക്കണം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല രാത്രിയിൽ. ഇത് എനിക്കൊരു ചെറിയ പണിയൊന്നുമല്ല, എല്ലാ ദിവസവും കാണും. ഒന്നുകിൽ ഞാൻ ഇതിനൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട് കൊണ്ടിടുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാനിട്ട്. മഴയായതുകൊണ്ടിട്ട് ഞാൻ വാഷ് ചെയ്യാനിട്ടില്ല. മഴ വന്നിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ദിവസം മഴയും 6 ദിവസം വെയിലുമായിട്ടാണല്ലോ. ഈ 6 ദിവസത്തെ മഴ കഴിഞ്ഞുള്ള ആ ദിവസങ്ങളിലായിരിക്കും ഞാൻ വാഷ് ചെയ്യാനെടുക്കുന്നത്. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഉണങ്ങത്തുമില്ല, ഒരുമാതിരി കനച്ച സ്മെല്ലും. മെനക്കേടില്ല. സോ ഞാൻ ഓടിച്ചു വിടാം. വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടാമേ. സ്കിപ്പ് ചെയ്തല്ല, ഓടിച്ചു വിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തായി പോകും. ഈ ഡ്രസ്സസിൻ്റെ എല്ലാം ഒരു മീഷോ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ചെയ്തത്. കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്തോളൂ. ബിക്കോസ് ഭയങ്കര നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും 300-ൽ താഴെ റേറ്റിലാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാം നല്ലതാണ്. ഞാനൊരു 5 മേടിച്ചിട്ടുണ്ടായിരുന്നു. 5ഉം നല്ലതായിരുന്നു. ഞാൻ എന്താ പറയുക, ഇത് മടക്കി വെക്കുന്നു എന്നേ ഉള്ളൂ. നാളത്തെ വെയിലത്തും കൂടി ഇട്ടിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മടക്കി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. വെയിലും കൂടെ കൊള്ളിച്ചിട്ടേ ഞാൻ വെക്കാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമാതിരി സ്മെല്ല് വരും അതുകൊണ്ടിട്ട്. അപ്പം ഒരുവിധം എൻ്റെ ഒതുക്കി പറക്കലൊക്കെ കഴിഞ്ഞ് ഇനി വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ രാത്രിയിലും ബ്രഷ് ചെയ്യും കേട്ടോ. സോ രാത്രിയിൽ ബ്രഷ് ചെയ്യണം, സ്കിൻ കെയർ ചെയ്യണം. അതിന് മുമ്പ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേബീനെ ഉറക്കിയതിന് ശേഷമാണ് എൻ്റെ ആ വക പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പം രാത്രിയിൽ എൻ്റെ ചേച്ചി വരും. അപ്പം ചേച്ചി എൻ്റെ കൂടെ ആയിരിക്കും കിടക്കുന്നത്. സോ അതാണ് രാത്രി തന്നെ ഒതുക്കിയിടാൻ കഴിച്ചില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നോക്കി ഒതുക്കത്തുള്ളൂ. ബേബി ഭയങ്കര വാശിയാണ്. ആദ്യം കയ്യിൽ പോവില്ല, എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അങ്ങനെയൊക്കെയുള്ള വാശിയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ അതുകൊണ്ടിട്ട് ഇവിടെയൊക്കെ ഒതുക്കി പറയലാന്ന് കഴിയും. എന്നുള്ളതാണ് കേട്ടോ, എന്നുള്ള കലാപരിപാടിയാണ്. എനിക്കിത് ഇങ്ങനെ ഒതുങ്ങി കിടന്നില്ല. ബോബൊന്നും ഞാൻ ഇങ്ങനെ കഴിക്കില്ല കേട്ടോ. റൂമ് ഒന്ന് അവിടെ ഒന്ന് ഇവിടെ അങ്ങനെ എങ്ങനെ കലമ്പാക്കും അങ്ങനെയൊക്കെ അവർ അലമ്പാക്കിയിടും. എന്താണെന്ന് അറിയത്തില്ല. എത്ര പറഞ്ഞാലും കേൾക്കില്ല, മൊത്തം അലമ്പാക്കിയിടും. ബെഡൊന്ന് തട്ടിക്കൊടയണം, ബ്രഷ് ചെയ്യണം. പിന്നെ ഞാൻ വേറെ 2 കാര്യം. ഇതെൻ്റെ ഡയറീസാണ് കേട്ടോ. ഡയറീസ് മീൻസ് ഞാൻ ഡയറി എഴുതുന്ന ഒരാളാണ്. രാത്രിയിൽ ബേബിനെ ഉറക്കിയതിന് ശേഷം ഞാൻ വാം ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഡയറി എഴുതാറുള്ളത്. ഇതിനകത്ത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുന്ന ഡയറി. ഇത് എൻ്റെ കണക്ക് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ എത്ര രൂപ ചിലവാക്കി, എനിക്ക് എത്ര രൂപ കിട്ടി, എൻ്റെ ചിലവ് കാര്യങ്ങളും ഒക്കെ എഴുതുന്ന ഡയറി. അങ്ങനെ 2 എണ്ണം ഉണ്ട്. ഇത് രണ്ടും എനിക്ക് ഭയങ്കര എൻ്റെ ഒരു എന്താ പറയുക, എനിക്കൊരു എൻ്റെ ഫ്രണ്ട്സ് എന്താണോ അതുപോലെയാണ് എനിക്ക് ഈ 2 ഡയറികൾ. ഭയങ്കര കൂട്ടാണ്. ഞാൻ എന്തുണ്ടെങ്കിലും ഇവരോടാണ് എല്ലാം പറയാനുള്ളത്. സോ ഇവരുമായിട്ട് ഞാൻ ഭയങ്കര ആത്മബന്ധമാണ്. ഞാനിത് മേടിച്ചത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. പിന്നെന്താ, അത് ഒരടുക്കും ചിട്ടയുള്ള ഒരു ലൈഫിന് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. ഞാൻ എഴുതുമായിരുന്നു, പണ്ട് നന്നായിട്ട് എഴുതുമായിരുന്നു. നന്നായിട്ട് മീൻസ് നോവലൊക്കെ എഴുതുമായിരുന്നു ഒരു 4 വർഷം മുമ്പ്. അതൊക്കെ നിർത്തി വെച്ചേക്കാണ്. എഴുതണം. ഒരു കുട്ടീനോട് എപ്പോഴും ചോദിക്കും, ചേച്ചി നോവലിൻ്റെ ലിങ്ക് തരുമോ, PDF തരുമോ എന്ന്. ഞാൻ പ്രതിലിപി എന്ന് പറയുന്ന ആപ്പിൻ്റെ അകത്ത് 3 നോവൽസ് എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യം ഒരു 4
million അടുപ്പിച്ച് വ്യൂസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റീച്ചുള്ള നോവൽസാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ PDF എടുക്കാം. ഞാൻ അന്ന് എഴുതിയത് 4 വർഷം മുമ്പ് എഴുതിയതാ, പിന്നെ എഴുതിയിട്ടില്ല. PDF എടുക്കാൻ എനിക്ക് അറിയത്തില്ല. അവൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഏത് വീഡിയോ ഉണ്ടെങ്കിലും അവളുടെ കമൻറ്റ് കാണും, ചേച്ചി PDF എടുത്തോ, എടുക്കാൻ അറിയോ? എനിക്ക് അറിയത്തില്ലടാ മോനെ. എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ഞാൻ വേറെ ആർക്കും കൊടുത്തില്ലെങ്കിലും നിനക്ക് തരും കേട്ടോ. എനിക്ക് എടുക്കാൻ അറിയത്തില്ല. എടുക്കാൻ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. പ്രതിലിപി എന്ന് പറഞ്ഞൊരു ആപ്പിൻ്റെ അതിൽ PDF എടുക്കുന്നത് എങ്ങനെയാണെന്ന് എഴുതണം. ഈ സമയം കണ്ടെത്തി എഴുതണം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട്, എൻ്റെ എഴുത്തുകളെ, എൻ്റെ വരികളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. ആ കുട്ടി എൻ്റെ നോവൽ, ഞാൻ 4 വർഷം മുമ്പ് എഴുതിയ നോവലാണ്. എനിക്ക് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ ചോദിച്ചു, ചേച്ചി ഇന്ന പോലെ, അതിൻ്റെ അകത്ത് എൻ്റെ പേര് പോലും തുലികനാമാണ് ഇട്ടേക്കുന്നത്, എൻ്റെ നെയിം പോലും അല്ല ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് പോലും ആ കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചി ഇതുപോലെ പ്രതിലിപിക്കകത്ത് നോവൽ എഴുതുന്ന ചേച്ചി അല്ലേ നമ്മളോട് ചോദിച്ചു. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ അങ്ങനെ ഒരാൾ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ വായിക്കുമായിരുന്നു, അങ്ങനെ എഴുതത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ അല്ലാണ്ടുള്ള ചെറിയ കഥകളൊക്കെ എഴുതുമായിരുന്നു. നോവലിലേക്ക് നടന്നതൊരു, ഞാൻ പറഞ്ഞ കണക്ക് 4 വർഷം മുമ്പാണ്, 2018 ആ ഒരു സമയത്താണ്. പോകണം തിരിച്ച് ആ പാതയിലേക്ക്. എല്ലാം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം. എല്ലാം പതുക്കെ ഒരുമിച്ച് കൊണ്ടുവരണം. ഗൂഗിൾ നോവൽ അറിയത്തില്ല എന്നുകൊണ്ട് ഞാൻ കഥ എഴുതുന്നതായിരിക്കും. ഞാൻ നോവൽ എഴുതും എന്നുള്ള കാര്യം ഗൂഗിളിൽ എഴുതും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടൊന്നുമില്ല ആള്. മെമ്മറീസ്. അപ്പം ശരി, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ്. എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ബേബിനെ കൊണ്ടുവന്നു. ബേബിനെ ഞാൻ ഈവനിങ് തന്നെ ഫ്രഷ് ആക്കി, മോയ്സ്ചറൈസറൊക്കെ ഇട്ട്, ബോഡി ലോഷനൊക്കെ ഇട്ട് സെറ്റാക്കി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ചേട്ടത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആലോചിച്ചു റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. ഇനി എനിക്ക് ഒന്ന് തട്ടിക്കൊടണം. പിന്നെ എൻ്റെ ബ്രഷ് ചെയ്യണം, സ്കിൻ കെയർ ചെയ്യണം, എഴുതണം. പിന്നെ നൈറ്റായിരിക്കും ചേച്ചി വരുന്നത്. ചേച്ചിനെ വെയിറ്റ് ചെയ്യുന്നു. ചേച്ചി എപ്പോൾ വരുമെന്ന് എനിക്ക് അറിയത്തില്ല, ട്രെയിനിലാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നാളെ ചേച്ചിയുടെയും കൂടപ്പുറത്തൊക്കെ പോണ ഔട്ടിംഗ് വ്ളോഗൊക്കെ കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.